ജീവിതം 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളെ ഞാൻ ഒരു 28 ഡേയ്സ് മാജിക് ചാലഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും, ഈ ഒരു 28 ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് അതിനും മേലെയായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിൽ ഡേ 1 ആണിന്ന്. ആ ഡേ 1-ൽ ഞാൻ പറയുന്നത് ഒരു അമേസിങ് പ്രാക്ടീസാണ്. അതായത് നമ്മളുടെ ലൈഫിൽ ഒരു മനുഷ്യ ജന്മത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഒരു ഗുണമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്. നമ്മളുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു കാരണം, സങ്കടം വരുന്നത് എപ്പോഴാണ്? നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തില്ല എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആർക്കെങ്കിലും സങ്കടം വരാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഇല്ലായ്മകളിലേക്കാണ്. ഇന്ന് മുതൽ നമ്മളുടെ ആ ഒരു ശീലം മാറ്റി നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവിടെ മുതലാണ് നമ്മുടെ ലൈഫിലെ മാറ്റം സംഭവിച്ചു തുടങ്ങുന്നത്. ഇന്ന് മുതൽ ഒരു 10 കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 10 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഒന്നുമില്ല എന്ന് പറയുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്, അല്ലേ? നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം വിട്ടപ്പോൾ നമുക്ക് വേണ്ടുന്ന സകലതും തന്നു തന്നെയാണ് വിട്ടിട്ടുള്ളത്. നല്ല ആരോഗ്യം, കുടിക്കാൻ വെള്ളം, ശ്വസിക്കാൻ വായു, അല്ലേ? എല്ലാം ഒരു മനുഷ്യജന്മത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം തന്നു തന്നെയാണ് നമ്മളെ ഈ ഒരു ഭൂമിയിലേക്ക് ഈശ്വരൻ വിട്ടിട്ടുള്ളത്. പക്ഷെ അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇല്ലായ്മകൾ വന്നു ഭവിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം ഉണ്ട് എന്ന് ഒരു 10 കാര്യങ്ങൾ, എല്ലാ ദിവസവും 10 കാര്യങ്ങൾക്ക് നിങ്ങൾ ഇന്ന് മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആദ്യം നമുക്ക് എന്ത് പറയാം? എൻ്റെ ആരോഗ്യത്തിന് നന്ദി എന്ന് പറയാം. ആരോഗ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത്, നമ്മളുടെ ജോലികൾ ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആരോഗ്യത്തിന് നന്ദി പറയുമ്പോൾ എന്ത് പറയണം? എങ്ങനെ എഴുതണം? എന്തുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം എന്നുകൂടി ചേർത്ത് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് നന്ദി പറയുക. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് നന്ദി പറയേണ്ടത്? എനിക്ക് അതുകൊണ്ടാണ് എഴുതാനും വായിക്കാനും പറ്റുന്നത്, അല്ലേ? നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് ഒരു വ്യക്തിക്ക് നല്ല ഒരു സ്ഥാനം സമൂഹത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതിനെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞ് ശീലിക്കുക. ഇന്നത്തെ ദിവസം ഒരു 10 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങളെ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? നമ്മളുടെ പോസിറ്റിവിറ്റി വർദ്ധിക്കും, നമ്മളുടെ ഹാപ്പിനെസ് വർദ്ധിക്കും. ഹാപ്പിനെസ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വൈബ്രേഷണൽ ലെവൽ ഉയരും. അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം നമ്മൾ, എങ്കിൽ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലനത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തർക്കും താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാവരും താങ്ക് യു എന്ന് കമൻറ്റ് എഴുതുക. അപ്പോൾ നമ്മൾ താങ്ക് യു എഴുതുമ്പോൾ പോലും അത് നമ്മളുടെ വൈബ്രേഷൻ ലെവൽ ഉയർത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻ്റ് ഒക്കെ ഇടുക, ലൈക്ക് തരിക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.